നിങ്ങൾ ചിന്തിക്കും ഇതെങ്ങനെയാണ് ഇതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. ഓവർകം ചെയ്യാൻ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് അല്ലെങ്കിൽ ജേർണലിങ്, ഒത്തിരിയേറെ ടെക്നിക്കുകളുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലുള്ള 2-3 ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ഫുൾനെസ്. നമ്മൾ ഈ നിമിഷത്തിലായിരിക്കുക, പ്രസന്റിലായിരിക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റും ഫ്യൂച്ചറുമാണ്. നമ്മൾ ഇപ്പൊ ഈ നിമിഷത്തിലില്ല, ഈ നിമിഷത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. നമ്മളൊരു ചായ കുടിക്കുകയാണ്. ചായ കുടിക്കുന്ന സമയത്തായിരിക്കും എനിക്കിപ്പോൾ ചിന്തിക്കാൻ കിട്ടിയ സമയമാണ്, ഞാൻ കുറേ ഒന്ന് ചിന്തിക്കട്ടെ എന്ന്. അങ്ങനെയല്ല, ആ ചായയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചായ ആസ്വദിച്ച് കുടിക്കുക. പിന്നെ നമ്മളിപ്പോൾ ഒരു മഴ കണ്ട് ആസ്വദിച്ചിരിക്കുക എന്ന് വെച്ചോ, ആ മഴയുടെ ഓരോ മഴത്തുള്ളികളും അത് വീഴുന്നതും പിന്നെ അതിങ്ങനെ ഒഴുകി പോകുന്നതും അതൊക്കെയാണ് ആസ്വദിക്കാൻ പോകുന്നത്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും, അന്നൊരു കാലത്ത് മഴ പെയ്തപ്പോൾ അത് സംഭവിച്ചു, ഇനി ഫ്യൂച്ചറിൽ മഴ പെയ്യുമ്പോൾ ഇത് സംഭവിക്കുക, അങ്ങനെ വേണ്ട. മൈൻഡ് ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഈ നിമിഷത്തിലായിരിക്കുക. നമ്മൾ പാസ്റ്റിലും ഫ്യൂച്ചറിലും കിടന്ന് ഓടാതെ ഈ നിമിഷത്തെ ഏറ്റവും മനോഹരമാക്കാൻ ശ്രമിക്കുക. അടുത്തതാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ പല വ്യക്തികളും പറയാൻ, മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ചിന്തകൾ വന്ന് ഞങ്ങൾ ആകെ ബേജാറാവുന്നു. അതെന്താന്ന് ഞാൻ പറയട്ടെ. ആ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഉള്ളില് വേരുറച്ച് കിടക്കുന്ന അനാവശ്യ ചിന്തകൾ പൊങ്ങി വരുന്നതാണ്. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ചിന്തകളൊക്കെ അങ്ങോട്ട് കയറി വരുവാണ്. ഒരു രക്ഷയില്ലാന്ന്. നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട. ആ ചിന്തകളെ നമ്മൾ മാറ്റാൻ വേണ്ടി 3 CS: ക്യാച്ച്, ചെക്ക്, ചേഞ്ച്. നമ്മൾ ആ ചിന്തകൾ എന്താന്ന് ക്യാച്ച് ചെയ്തു, അതിനൊന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് അതിനൊന്ന് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് ദിവസം ചെയ്യുമ്പോൾ ഈ ഓവർ തിങ്കിങ് കുറഞ്ഞു വരുന്നതായിട്ട് മനസ്സിലാവും. അപ്പം